ഹലോ ഫ്രണ്ട്സ്, എല്ലാ കുട്ടികൾക്കും GK വേൾഡിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഇ ലേണിംഗ് പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമി വഴി നിങ്ങൾക്ക് GK വേൾഡ് ആൻഡ് PSCയുടെ സൗജന്യ ക്രാഷ് കോഴ്സുകൾ ലഭിക്കുന്നു. അതിനു വേണ്ടിയിട്ട് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്ക് നിരവധി കോച്ചിങ് ക്ലാസ്സുകൾ വീട്ടിലിരുന്ന് തന്നെ പഠിക്കാൻ അൺഅക്കാഡമി വഴി സാധിക്കുന്നതാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള PSC എല്ലാ പരീക്ഷകൾക്കും ഒരേപോലെ ആവർത്തിക്കുന്ന ജനറൽ സയൻസ് എന്ന വിഭാഗത്തിലെ ഫിസിക്സില് PSC എസ്പെഷ്യലി ഡിഗ്രി ലെവൽ എക്സാമിനേഷന് ആവർത്തിക്കുന്ന കുറച്ച് ചോദ്യഭാഗങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം നിങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ ക്ലാസ്സുകളും ഞാൻ വൈകാതെ തന്നെ ചെയ്തു തരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു. എല്ലാവരും നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഇനിയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. GK വേൾഡ് ആൻഡ് PSCയുടെ പുതിയ അപ്ഡേറ്റ്സ് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്ത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായി അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഹു ഡിസ്കവേർഡ് റേഡിയം? മേരി ക്യൂറി ആൻഡ് പേരി ക്യൂറി. റേഡിയം കണ്ടുപിടിക്കുകയും അതുപോലെ അസുഖം ഉണ്ടായി മരിച്ച രണ്ട് സയന്റിസ്റ്റാണ് മേരി ക്യൂറി എന്ന് പറയുന്നത്. അപ്പോൾ ഹു ഡിസ്കവേർഡ് റേഡിയം? റേഡിയം കണ്ടുപിടിച്ചതാരാണ്? മേരി ക്യൂറി ആൻഡ് പിയറി ക്യൂറി. ദ യൂണിറ്റ് ഓഫ് എനർജി ഓർ വർക്ക്. എനർജിയുടെ അല്ലെങ്കിൽ വർക്കിന്റെ യൂണിറ്റ് എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ജൂൾ. ജൂൾ ആണ് ദ യൂണിറ്റ് ഓഫ് എനർജി. അടുത്ത ചോദ്യം, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വാസ് എക്സ്പ്ലെയിൻഡ് ബൈ. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തത് ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ. ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തത്. The particle which is supposed to travel faster than light. ലൈറ്റിനേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന പാർട്ടിക്കിൾ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ടാക്യോൺ. ടാക്യോൺ ആണ് the particle which is supposed to travel faster than light. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച ഒന്നുകൂടെ നമുക്ക് ആവർത്തിക്കാം. Who discovered radium? Marie Curie and Pierre Curie. The unit of energy or work? Joule. Photoelectric effect was explained by Albert Einstein. The particle which is supposed to travel faster than light is tachyon. Okay, അടുത്ത ചോദ്യം, ഫാദർ ഓഫ് വയർലെസ് ടെലിഗ്രഫി. ഫാദർ ഓഫ് വയർലെസ് ടെലിഗ്രഫി, വയർലെസ് ടെലിഗ്രാഫിയുടെ ഫാദർ ആരാന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? മാർക്കോണി. മാർക്കോണിയാണ് ദ ഫാദർ ഓഫ് വയർലെസ് ടെലിഗ്രാഫി. സ്പീഡ് ഓഫ് സൗണ്ട് അറ്റ് 0 degree Celsius ഈസ് ഡാഷ് മീറ്റർ പെർ സെക്കൻഡ്. ഇത് യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സ്പീഡ് ഓഫ് സൗണ്ട് 0 degree Celsiusൽ സൗണ്ടിന്റെ സ്പീഡ് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. സൗണ്ടിന്റെ സ്പീഡിന്റെ യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, സ്പീഡ് ഓഫ് സൗണ്ട് അറ്റ് 0 degree Celsius ഈസ് ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അടുത്തത്, ഹു വാസ് ദ ഫസ്റ്റ് ടു മെഷർ വെലോസിറ്റി ഓഫ് ലൈറ്റ്? ആരാണ് ആദ്യമായിട്ട് വെലോസിറ്റിയുടെ ലൈറ്റ് മെഷർ ചെയ്തത്? ഓക്കെ, ആൻസർ വരുന്നത് റോമർ. ഈ അസ്ട്രോണമർ, ഫേമസ് അസ്ട്രോണമർ ഓലസ് റോമർ ആണ് ദ പേഴ്സൺ ഹു ഫസ്റ്റ് മെഷർഡ് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ്. അദ്ദേഹത്തിന്റെ ഈ ലൈറ്റും വെലോസിറ്റി കണ്ടുപിടിക്കാൻ യൂസ് ചെയ്ത എക്സ്പെരിമെന്റ് ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ജൂപ്പിറ്ററിന്റെ മൂൺ എക്ലിപ്സസ് ഓൺ ദ മൂൺ, ലൈക്ക് ജൂപ്പിറ്ററിന്റെ മൂണിനെയൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹം, അന്നത്തെ കാലത്തെ അസ്ട്രോണമർ ആയിരുന്ന അദ്ദേഹം, വളരെ രസകരമായ രീതിയിലാണ് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഒക്കെ കണ്ടുപിടിച്ചത്. ഓക്കെ, നമുക്ക് ഫിസിക്സിനെ കുറിച്ച് ഓരോ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ക്ലാസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ചൊക്കെ പറയാം. ഓക്കെ, ഇപ്പം ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഓയിലസ് റോമർ ആണ് ദ ഫസ്റ്റ് ടു മെഷർ ദ വെലോസിറ്റി ഓഫ് ലൈറ്റ്. ഓക്കെ, അടുത്തത്, പിച്ച് ഓഫ് എ സൗണ്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ഇറ്റ്സ്. പിച്ച്, സൗണ്ടിന്റെ പിച്ച് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ്? അതിന്റെ ഫ്രീക്വൻസിയാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്, നിങ്ങൾ മനസ്സിലാക്കുക. സൗണ്ടിന്റെ പിച്ച് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഫ്രീക്വൻസി. ഫ്രീക്വൻസിയാണ് പിച്ച് ഓഫ് എ സൗണ്ട് ഡിപ്പെൻഡ്സ്. ഷോർട്ട് സൈറ്റ് ഇൻ ഹ്യൂമൻ ഐ ക്യാൻ ബി റെക്ടിഫൈഡ് ബൈ കോൺകേവ് ലെൻസ്.
അപ്പോൾ കോൺകേവ് മിറർ അല്ലെങ്കിൽ കോൺകേവ് ലെൻസ് ഉപയോഗിച്ചിട്ടാണ് ഒരു മനുഷ്യന്റെ ഷോർട്ട് സൈറ്റ്, കണ്ണിന് ഉണ്ടാകുന്ന അസുഖമാണ് ഷോർട്ട് സൈറ്റ് എന്ന് പറയുന്നത്, അത് തിരുത്തുന്നത് ഏത് വെച്ചിട്ടാണ്? കോൺകേവ് ലെൻസ് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊന്നുകൂടെ ആവർത്തിക്കാം. ഫാദർ ഓഫ് വയർലെസ് ടെലിഗ്രഫി ആരാണ്? മാർക്കോണി. Speed of sound at 0 degrees Celsius is dash meter per second, Newton meter per second. Who was the first to measure the velocity of light? It's Romer. Pitch of the sound depends upon its frequency. Short sight in human eye can be rectified by using a concave. Okay, അടുത്ത ചോദ്യം. Dash measures atmospheric pressure. അറ്റ്മോസ്ഫിയറിക് പ്രഷർ അളക്കാൻ ഉപയോഗിക്കുന്ന മീറ്റർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബാരോമീറ്റർ. Barometer is used to measure the atmospheric pressure. Atmospheric pressure നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? ബാരോമീറ്റർ ആണ്. Which one of the following is not a source of renewable energy? അപ്പോൾ റിന്യൂവബിൾ ഫോം ഓഫ് എനർജി അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്യൂവൽ സെൽ. ഫ്യൂവൽ സെല്ലാണ് സോഴ്സ് ഓഫ് റിന്യൂവബിൾ എനർജി അല്ലാത്തത്. ഓക്കെ, അപ്പോൾ റിന്യൂവബിൾ സോം ഓഫ് എനർജി അല്ലാത്ത ഏതാണ്? ഫ്യൂവൽ സെല്ലാണ്. ഹീറ്റ് ട്രാൻസ്ഫർ വിത്തിൻ ദ അറ്റ്മോസ്ഫിയർ ഈസ് കോൾഡ് advection. ഹീറ്റ് ട്രാൻസ്ഫർ വിത്തിൻ അറ്റ്മോസ്ഫിയറിനുള്ളിൽ തന്നെ വെച്ച് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് advection. ഓക്കെ, എന്താണ് advection? Advection heat transfer within the atmosphere is called advection. ഓക്കെ, അപ്പോൾ നമുക്കൊന്നുകൂടെ ആവർത്തിക്കാം. ഷോർട്ട് സൈറ്റ് ഉള്ള ഒരു മനുഷ്യന്റെ ഹ്യൂമൻ ആയി നമ്മൾ എന്ത് വെച്ചിട്ടാണ് റെക്ടിഫൈഡ് ചെയ്യുന്നത്? കോൺകേവ് വെച്ചിട്ടാണ്. അപ്പോൾ ഡാഷ് മെഷേഴ്സ് അറ്റ്മോസ്ഫിയറിക് പ്രഷേഴ്സ് ഏതാണ്? ബാരോമീറ്റർ. ബാരോമീറ്റർ മെഷേഴ്സ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓക്കെ, വിച്ച് ഈസ് നോട്ട് ദ സോഴ്സ് ഓഫ് റിന്യൂവബിൾ എനർജി. ഫ്യൂവൽസ് അല്ല, റിന്യൂവബിൾ ഫോം ഓഫ് എനർജി അല്ല. Heat transfer within atmosphere is called advection. Okay. അടുത്തത് material for rainproof coats and tents on their waterproof properties too. ഓക്കെ, നമുക്കറിയാം നമ്മളിപ്പോൾ മഴ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് മഴക്കോട്ട് ഉപയോഗിക്കും. അതോടൊപ്പം തന്നെ ഈ ടെൻറ്റ് റെയിൻ പ്രൂഫിന് വേണ്ടിയിട്ട് നമ്മൾ ടെൻറ്റൊക്കെ കെട്ടി ടൂർ പോകുമ്പോഴൊക്കെ ടെൻറ്റിനുള്ളിലൊക്കെ താമസിക്കും. അപ്പോൾ അതിനകത്ത് മഴ പെയ്ത് കഴിഞ്ഞാൽ അത് പിടിക്കത്തില്ല. അതെന്തുകൊണ്ടാണ്? അതിനൊരു പ്രോപ്പർട്ടി, വാട്ടർ പ്രൂഫ് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ആ പ്രോപ്പർട്ടി ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം സർഫസ് ടെൻഷൻ. അപ്പോൾ സർഫസ് ടെൻഷനാണ് ഈ റെയിൻ പ്രൂഫ് അല്ലെങ്കിൽ മഴ അല്ലെങ്കിൽ വാട്ടർ പ്രൂഫ് പ്രോപ്പർട്ടി അതിനൊക്കെ ഉണ്ടാവാനുള്ള കാരണം സർഫസ് ടെൻഷനാണ്. ഓക്കെ, ദ ഇയർ പീസ് ഓഫ് എ ടെലിഫോൺ കൺവേർട്സ്. ഇയർ പീസ്, ഒരു ടെലിഫോണിൻ്റെ ഇയർ പീസ് എന്തിനെയാണ് കൺവേർട്ട് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു സൗണ്ട് എനർജി. ഇലക്ട്രിക്കൽ എനർജിയെ സൗണ്ട് എനർജി ആയിട്ട് മാറ്റുകയാണ് ഒരു ടെലിഫോണിലെ ഇയർ പീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ദ ഇയർ പീസ് ഇൻ എ ഫോൺ കൺവേർട്സ് ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു സൗണ്ട് എനർജി. Okay, the line that separates atmosphere and outer space. ഏത് ലൈനാണ്? ദ ലൈൻ ദാറ്റ് സെപ്പറേറ്റ് അറ്റ്മോസ്ഫിയറിനെയും അതോടൊപ്പം ഔട്ടർ സ്പേസിനെയും തമ്മിൽ തരം തിരിക്കുന്ന ലൈൻ അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ലൈൻ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം കർമാൻ ലൈൻ. അപ്പോൾ കർമാൻ ലൈൻ ആണ് ദ ലൈൻ ദാറ്റ് സെപ്പറേറ്റ്സ് അറ്റ്മോസ്ഫിയർ ആൻഡ് ഔട്ടർ സ്പേസ്. ഓക്കെ, ഏതാണ്? കർമാൻ ലൈൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പഠിച്ചെന്ന് പറഞ്ഞാലോ. മെറ്റീരിയൽ ഏതാണ്? റെയിൻ പ്രൂഫിന് കോട്ടിനും അതോടൊപ്പം ടെൻറ്റിനൊക്കെയുള്ള പ്രോപ്പർട്ടി കാണിക്കുന്ന ഏതാണ്? സർഫസ് ടെൻഷൻ. അതോടൊപ്പം ഇയർ പീസ് ഓഫ് എ ടെലിഫോൺ എന്താണ് ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ എനർജിയെ എന്താക്കി മാറ്റുന്നു? സൗണ്ട് എനർജി ആക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുക. ദ ലൈൻ ദാറ്റ് സെപ്പറേറ്റ് അറ്റ്മോസ്ഫിയർ ആൻഡ് ഔട്ടർ സ്പേസ് ഈസ് കർമാൻ ലൈൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നത് കേരള PSC എല്ലാ പരീക്ഷകളിലും ആവർത്തിക്കുന്ന 15 ഫിസിക്സ് ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യും. അതോടൊപ്പം തന്നെ GK വേൾഡ് ആൻഡ് PSCയുടെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ വാട്സ്ആപ്പ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ചേരാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പർ സേവ് ചെയ്തതിനു ശേഷം മാത്രം മെസ്സേജ് അയക്കാം. എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡെയിലി അപ്ഡേറ്റ്സും നോട്ടിഫിക്കേഷൻസും ഒക്കെ ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേണിംഗ് പ്ലാറ്റ്ഫോമായ അക്കാഡമിയിലൂടെ ഞങ്ങളുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്തുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാം, ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഞങ്ങൾ വാട്സ്ആപ്പ് നമ്പർ നിങ്ങൾക്ക് താഴെ കിടന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ലഭ്യമാകുന്നതാണ്. താങ്ക് യു.